രണ്ടാമത്തെ പ്രസവത്തിലുള്ള ഒരു ക്രോസ് ബീഡ് ആട്. അതിൻ്റെ വലിയൊരു പടക്കുട്ടി, തള്ളൻ്റിലാറെ വലിപ്പം കുട്ടിയുണ്ട്. കുട്ടിക്കൊരു 7 മാസം 8 മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുന്നതുകൊണ്ട് അതിന് ചേന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പാലൊക്കെ വറ്റിക്കണം, അവിടെ മുട്ടനുണ്ടായിരുന്നു. ഉറപ്പ് പറയില്ല എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. നല്ല ഇറച്ചിയുള്ള കുട്ടിയാണ്, നല്ല അടിപൊളി പള്ളിയും കുട്ടി. പറമ്പിൽ വിടണ ആടാട്ടോ, വീട്ടിലിട്ട് കൊടുത്താലും തിന്നും, മലയിൽ മേയണ ആടാ. വേണം 4 മാസം കഴിഞ്ഞ നല്ല 4 മുട്ട കുട്ടികളെ, മലബാരി കുട്ടികളെ, നല്ല തീറ്റും വെള്ളം കൂടിയുള്ള കുട്ടികളാട്ടോ. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. ക്രോസ് ബീഡ് വലിയൊരാട്. അതിൻ്റെ ഏകദേശം 2 മാസത്തിൻ്റെ അടുത്ത് പ്രായമായ 2 കുട്ടികൾ, 2 മുട്ടന്മാരാണ്. ആണ് ചെറിയൊരു ഏറ്റ വ്യത്യാസമുണ്ട്. പാൽ ഇറങ്ങുമ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ 2 കാമ്പ് ഒരേ മാതിരിയാണ്. പാൽ ഇറങ്ങുമ്പോൾ ഒന്നിൽ കുറച്ച് കമ്മിയുണ്ട്. പാൽ 2ലുണ്ട്, 1 കമ്മിയാണ്. കുട്ടികൾ മഴ കൊണ്ടതാട്ടോ, മഴ ഇതിന് അവിടെ പുറത്ത് കെട്ടിയപ്പോൾ മഴ ഇതിന്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. നല്ല തീറ്റയും കുടിയുമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആൺകുട്ടി വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നല്ലൊരു തള്ളയാടും അതിൻ്റെ മുട്ടൻകുട്ടിയും. സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. തള്ള ചത്തുപോയ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി, 10 ദിവസത്തിന് താഴെ പ്രായമുള്ളൂ. പാല് കൊടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം താല്പര്യമുള്ളവർ മോൾ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഒരു മലബാറി തള്ളയാടും അതിൻ്റെ 2 ക്രോസ് ബ്രീഡ് മുട്ടൻ കുഞ്ഞുങ്ങളും. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഏകദേശം ഒരു 3-3.5 മാസമായ ഒരു മലബാറി മുട്ടൻ കുഞ്ഞും പെൺകുഞ്ഞും വിൽപ്പനയ്ക്ക്. പല പ്രായത്തിനും വലിപ്പത്തിനുമുള്ള പോര് കോഴികൾ വിൽപ്പനയ്ക്ക്. കൃത്യമായ എണ്ണം ഞാൻ പറയുന്നില്ല, പല വലിപ്പത്തിലുള്ളതാണ്. സ്ക്രീനിലുള്ള നമ്പറുമായി ബന്ധപ്പെടുക, ഡയറക്റ്റ് സംസാരിക്കുക. ഒരു മലബാറി വലിയ മുട്ടനാടും 2 കനേഡിയൻ പിഗ്മി പെണ്ണാടും 1 കനേഡിയൻ പിഗ്മി മലബാറി ക്രോസ് ആടും വിൽപ്പനയ്ക്ക്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. രണ്ടാമത്തെ പ്രസവത്തിൽ ഏകദേശം പ്രസവിച്ചിട്ട് 1.5 മാസത്തോളം ആയിരിക്കും. നല്ലൊരു മലബാറി ആട്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാലുണ്ട്. കുട്ടി നല്ല കനുള്ള കുട്ടിയാടോ. ഇപ്പോൾ തീറ്റും ഇതൊക്കെ തുടങ്ങി നല്ലൊരു അടിപൊളി നല്ലൊരു കുട്ടി. നല്ല കാമ്പർക്കും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരാട്. കൃഷിക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോളൂ. നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ആട്. ഈ ആടിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നല്ലൊരു പെടക്കുട്ടിട്ടോ.
കുട്ടി നല്ലൊരു പെടക്കുട്ടി. അവിടെ സുഹൃത്തുക്കൾ ഫസ്റ്റത്തെ ലേലത്തിന് രണ്ടാമത്തെ പ്രസവത്തിനേക്കാണ്ട് ഏകദേശം 4 മാസത്തോളം ചെനി നിൽക്കണ നല്ലൊരു മലബാറി ആട്. നല്ലൊരു അടിപൊളി ആട് കേട്ടോ. എല്ലാ തീറ്റയും വെള്ളം കൂടിയ ഫസ്റ്റ് രണ്ടാമത്തെ പ്രസവിക്കാരം 2 3 ഫസ്റ്റത്തെ അല്ല 2 3 രണ്ടാമത്തെ ഇക്കാരം ആട് അല്ലേ. നല്ലൊരു മലബാരി പെട്ട നല്ലൊരു ചെനാട്. എല്ലാ തീറ്റയും കൂടി ആട്ടോ ആട് അല്ലേ. മടിയും കാമ്പൊക്കെ അത്യാവശ്യം നല്ല ഇറക്കളാണ്. കൃഷിക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോളി. നല്ലൊരു അടിപൊളി മലബാറി ആട്. അവിടെ സുഹൃത്തുക്കളെ ഏകദേശം 3 മാസത്തോളം കഴിക്കും. തീറ്റി വളം കൂടിയൊക്കെ തുടങ്ങിയ ഷേറ ബീറ്റലിൽ ക്രോസ് വന്ന നല്ലൊരു ആട്. പെടക്കുട്ടി ആട്ടോ. നല്ലൊരു ആട്. ഞാൻ എടുത്തോണ്ട് ഈ ആട്ടിൻകുട്ടിയെ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. 3 മാസത്തോളം ചെനി നിൽക്കുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു മലബാരി ആട്. നല്ല തീറ്റയും കൂടി ആട്ടോ ആട്. അകത്തുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ഒരു ആട്. ചെറിയൊരു പൈസ കിട്ടോ. അവിടെ നോക്കണം. ഇപ്പം ഇങ്ങനെ മടി ഇറങ്ങി തുടങ്ങണുള്ളൂ. ഏകദേശം ഇപ്പോൾ 3 മാസത്തോളം ജനയിക്കണം. നല്ലൊരാട്. കൃഷിക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോളി. വളർത്താൻ പറ്റിയ 2 മലബാറി ആട്ടിൻകുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഒരു മലബാറി തള്ളയാടും അതിൻ്റെ 2 ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികളും. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. നല്ല കനുള്ള 4 ആടുകൾ, ഒരു ചെറിയ കുട്ടി. ആ ബ്രൗൺ ആടിന് ഒരു കുട്ടിയുണ്ട്. ആ സിലോട്ട് ആടിന് നല്ല കനപ്പടി ആടുകളാണ്. മാഷാ അല്ലാഹ്. ഈ 4 ആടുകളെ ഒന്നിച്ചാണെങ്കിൽ അങ്ങനെയും സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നേരിട്ട് സംസാരിക്കുക.